പർദ്ദ ഇട്ടാൽ മാത്രം നിങ്ങൾ ബസ്സിൽ കയറിയാൽ മതി. ഇല്ലെങ്കിൽ പർദ്ദ ഇട്ടില്ലെങ്കിൽ ഒരൊറ്റ ഹിന്ദുവും ബസ്സിൽ കയറണ്ട എന്ന് പർദ്ദ ഇട്ട മുസ്ലിം സ്ത്രീകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്തയും അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, എവിടെയാണ് സ്ഥലം, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്നാൽ അതിനുശേഷം ആ ഒരു വീഡിയോ ക്ലിപ്പ് അതിൻ്റെ സത്യാവസ്ഥ തെളിയിച്ചതിന് ശേഷം നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഇതിനെ കുറിച്ചിട്ട് ക്ലിയറായി കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതും കൂടി കേൾക്കണം പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം അതായത് ആരാണ് ഈ പെൺകുട്ടി, ഈ പെൺകുട്ടി കാണിച്ച വലിയൊരു പേക്കൂത്ത്. അതായത് ഭർത്താവ് പണിക്ക് പോവുകയാണ്, പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് വയ്യാതെ വീട്ടിലേക്ക് വരുന്ന ഒരു സമയത്ത്, എല്ലാ ദിവസവും 6 മണി 8 മണി സമയത്താണ് ഭർത്താവ് വീട്ടിലെത്തുന്നത്. എന്നാൽ ആ ഒരു ദിവസം വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് രാവിലെ തന്നെ 11 മണിക്ക് വീട്ടിലെത്തുകയാണ്. ഭർത്താവ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ഈ പെൺകുട്ടി ധരിച്ച ഈ ഡ്രസ്സ് ഭർത്താവിന് തന്നെ അറിയത്തില്ല ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ട് എന്ന്. റൂമിൽ നോക്കുമ്പോൾ ഒരു ആണായിട്ട് മറ്റൊരു പുരുഷനായിട്ട് ഈ സ്ത്രീ അവിഹിതത്തിൽ ഏർപ്പെടുന്ന ഞെട്ടിക്കുന്ന ദൃശ്യം ആ ഒരു ഭർത്താവ് കാണുകയാണ്. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം പൊന്നുമനുഷ്യന്മാരെ. അതിനുശേഷം ആരാണ് ഈ അമ്മ, അതായത് ഈ അമ്മയുടെ മക്കളൊക്കെ വലിയ വലിയ നിലയിലുള്ളവരാണ്, വലിയ വലിയ വീടൊക്കെ ഉള്ളവരാണ്. അവര് ഈ അമ്മയെ റോഡ് സൈഡിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പറയുകയാണ്, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നിന്നെ പട്ടി കടിച്ച് തിന്നട്ടെ എന്ന് പറഞ്ഞ് ഈ പൊന്നമ്മയെ റോഡ് സൈഡിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ്. അതിനുശേഷം നാട്ടുകാർ ഇടപെട്ട് വലിയ പ്രശ്നമാണ്. അതിന്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം പൊന്നുമനുഷ്യന്മാരെ. വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാരണം പർദ്ദ ഇട്ടാൽ മാത്രം ഹിന്ദുക്കൾക്ക് ബസ്സിൽ കയറാമെന്ന് അതൊരു പച്ചക്കളവായിട്ടുള്ള വാർത്തയാണ്. അതിനെ ഞാനിപ്പോൾ പൊളിക്കാം. അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. കാരണം നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഇതിന്റെ സത്യാവസ്ഥ നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് അതിന്റെ സത്യാവസ്ഥ. ഒരു ഹിന്ദു സ്ത്രീയെ ബുർഖ ധരിക്കാത്തതിന്റെ പേരിൽ ബസ്സിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കാത്ത മുസ്ലിം സ്ത്രീകൾ. കേരളം അടുത്ത പാകിസ്ഥാനാകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് എക്സിൽ തീവ്ര വലതുപക്ഷ അക്കൗണ്ടുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോയാണിത്. ഈ അക്കൗണ്ടിൽ നിന്നാണ് ജൂൺ 23-ന് ഈ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. ബസ്സിൽ കയറണമെങ്കിൽ ബുർഖ ധരിക്കണമെന്ന് ഹിന്ദു വനിതയോട് പറയുന്ന മുസ്ലിം സ്ത്രീകൾ. ഇതാണ് 100% സാക്ഷരതയുള്ള കേരളം. ഈ പരിഹാസത്തോടെയാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതേ വീഡിയോ 2023-ലും 2025 ഒക്ടോബറിലും സമാനമായ വർഗീയ അടിക്കുറിപ്പുകളോടെ പലതവണ വൈറലായിട്ടുള്ളതാണ്. OBC അടക്കമുള്ള ഫാക്ട് ചെക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവന്നതുമാണ്. എന്നിട്ടും പിന്നെയും ഇത്തരം പ്രചാരണങ്ങൾ ശക്തിയായി നടക്കുകയാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ബുർഖ ധരിച്ച പെൺകുട്ടികളും സാരി ധരിച്ച സ്ത്രീയും തമ്മിൽ ഒരു വാക്കുതർക്കമാണ് നടക്കുന്നതെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ അതിൽ എവിടെയെങ്കിലും മതത്തെക്കുറിച്ചോ ബുർഖയെക്കുറിച്ചോ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. വിഷയം മറ്റെന്തോ ആണെന്ന് വ്യക്തം. ഈ വീഡിയോ പരിശോധിച്ചപ്പോൾ ഞങ്ങൾ എത്തിയത് 2023-ൽ നടന്ന ഒരു സംഭവത്തിലേക്കാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സംഭവം നടന്നത് 2023 ഒക്ടോബർ 27-ന് കാസർഗോഡ് കുമ്പളയിലെ ഭാസ്കർ നഗറിലാണ്. കുമ്പള ഖൻസ വുമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ കോളേജിന് മുന്നിൽ ബസ് നിർത്താത്തതിൽ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണിത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ബസ് നിർത്താതിരുന്നതിനെ തുടർന്നാണ് വിദ്യാർത്ഥിനികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. വീഡിയോയിൽ കാണുന്ന സാരി ധരിച്ച സ്ത്രീയും ഈ വർഗീയ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നു. ബസ്സിലേക്ക് കയറുന്നതിനിടയിൽ വിദ്യാർത്ഥിനികളിൽ ഒരാൾ അബദ്ധത്തിൽ അവരുടെ കാലിൽ ചവിട്ടിയപ്പോൾ ദേഷ്യം വന്നതിനെ തുടർന്നാണ് വിദ്യാർത്ഥിനികളുമായി തർക്കമായത് എന്നാണ് ആശാ ഭാസ്കർ എന്ന സ്ത്രീ ഇന്ത്യ ടുഡേയോട് പറഞ്ഞത്. ബസ് തടഞ്ഞതിന് അവർ വിദ്യാർത്ഥിനികളെ വഴക്കു പറഞ്ഞുവെന്നും ഖൻസ കോളേജിനടുത്ത് ബസ് സ്റ്റോപ്പ് വേണമെന്ന തർക്കം കുറച്ചു കാലമായി ഉള്ളതാണെന്നും അവർ പറഞ്ഞിരുന്നു. പതിവ് പോലെ ഒരു സാധാരണ തർക്കത്തെയാണ് കേരളത്തിനെതിരെ വെറുപ്പുണ്ടാക്കാനും വർഗീയ വിദ്വേഷം പടർത്താനും വേണ്ടി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. എന്താ അല്ലേ, അതായത് വേറൊരു സംഗതിയെ മറ്റൊരു സംഗതിയാക്കി സംഘികൾ വാർത്ത കൊടുക്കുകയാണ്. അവിടെ നടന്നത് വേറെയാണ്. ഇവറ്റകള് വൃത്തികെട്ട ജന്തുക്കള് പച്ചക്കളവായിട്ട് വാർത്ത കൊടുക്കുകയാണ്. പർദ്ദ ഇട്ടാൽ മാത്രം ബസ്സിൽ കയറ്റുമെന്ന്. അത് വിശ്വസിക്കുന്ന എത്രയോ പേര്, ലക്ഷക്കണക്കിന് പേരാണ് ഇത് കാണുന്നത്. പൊന്നു മനുഷ്യന്മാരെ, അതിനാണ് പറഞ്ഞത് വീഡിയോ ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാലാളിലേക്ക് ഈ സത്യം, ഞെട്ടിക്കുന്ന ഈ സത്യം നാലാളിലേക്ക് അറിയണം. ഓക്കെ, നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിന്റെ ചുട്ട മറുപടി നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അത് വെച്ചു തരാം.
അതിനു മുമ്പ് പൊന്നു മനുഷ്യന്മാരെ ബാബരി മസ്ജിദ് തകർത്തിട്ടിട്ട് അയോധ്യ ആക്കിയ ഒരു ക്ഷേത്രമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. എന്നാൽ അവിടെ നടക്കുന്നത് അയോധ്യയിൽ കാണിക്ക എണ്ണിയവർ സ്ഥിരമായി പണം മോഷ്ടിച്ച് കടത്തിയ ആളുകളാണെന്നാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങളിൽ ഇതിന്റെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പറയുന്നു. പണം കൈകാര്യം ചെയ്യാൻ SBI നിയോഗിച്ച സ്വകാര്യ ഏജൻസിയുടെ ജീവനക്കാരുടെ പങ്ക് കൂടി അന്വേഷിക്കുന്നുണ്ട്. അറസ്റ്റിലായ ആളുകളെ രാത്രി ചോദ്യം ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനുമായ ചമ്പത് റായിക്കെതിരെ കേസെടുക്കാത്തതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഒരു SITക്ക് ഈ ഒരു അയോധ്യ ക്ഷേത്രത്തിലുള്ള കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം ഏൽപ്പിച്ചത്. അതിനുശേഷം ഈ SIT ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയത്. പ്രാഥമിക റിപ്പോർട്ട് നൽകിയതിന് ശേഷവും എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു. യോഗി ആദിത്യനാഥ് ലക്നൌവിന് പുറത്തായിരുന്നു. ആ സമയത്ത് ഈ റിപ്പോർട്ട് പരിശോധിക്കുകയും അതിനുശേഷം നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു എന്നതാണ് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ നടപടിയെടുക്കുമ്പോഴും ഇപ്പോൾ 8 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 17 പേർക്കെതിരെയെങ്കിലും കേസെടുക്കണം എന്ന നിലപാടിലാണ് SIT എന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നു. അതിൽ തന്നെ വലിയ ഉന്നതർ ഇല്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താല്ലേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് എത്ര വലിയ ബഹളമുണ്ടാക്കിയിട്ടാണ് അത്രയും വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കിയത്. ബാബരി മസ്ജിദ് എത്രയോ പേര് കരഞ്ഞിട്ടില്ലേ, പൊളിക്കണ്ട മസ്ജിദ്, പൊളിക്കണ്ട പൊളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ആക്കിയിട്ട് അവർ ക്ഷേത്രം നിർമ്മിച്ചു. അതിന് ശേഷം അതിൻ്റെ അകത്ത് നടക്കുന്നത് കള്ളത്തരമാണ്. എന്താ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ അതായത് ദൈവത്തിൽ വിശ്വസിക്കാനാണോ ക്ഷേത്രം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കക്കാനാണോ? ഇതൊക്കെ ചോദിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, അതായത് ഇവറ്റകൾക്ക് വോട്ടിടുന്നവർ നിങ്ങൾ, അതായത് വലിയ ഹിന്ദുത്വ തീവ്രവാദികൾ, ഹിന്ദുത്വം ഉള്ളവർ ഇതൊന്നും മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, അതായത് കക്കോ അവിടെയൊക്കെ നല്ല ആരാധിക്കാനല്ലേ ക്ഷേത്രം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും പൊന്നു മനുഷ്യന്മാരെ, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അൻസാരി സുഹരി ഉസ്താദിന്റെ മറുപടി വെക്കുന്നതിന് മുമ്പ് പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ അതായത് ഒരു പാവപ്പെട്ട ഭർത്താവ്, അവൻ പണിക്ക് പോയിട്ട് വരികയാണ് ഒരു ദിവസം. എല്ലാ ദിവസവും 6 മണി 8 മണി സമയത്താണ് എത്തുന്നത്. എല്ലാം ചെങ്ങായി ഒരു ദിവസം പെട്ടെന്ന് ഒരു 11 മണിക്ക് അങ്ങ് വീട്ടിലേക്ക് എത്തുകയാണ്. എന്തോ പ്രശ്നമായിട്ട് വന്നതാണ്, പാവം വയ്യാതെ വന്നതാണ്. അപ്പോൾ അവൻ കണ്ട കാഴ്ച തമിഴ്നാട്ടിൽ നിന്നാണ്. ഞെട്ടിക്കുന്ന വാർത്തയാണ്, ഇന്നലെ വന്ന വാർത്തയാണ്. നിങ്ങൾ ആ ഒരു പെണ്ണിൻ്റെ, അതായത് ആ പെണ്ണിനോട് ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാരണം ഒരൊറ്റ കാര്യം പറയുകയാണ്, ആ പെണ്ണിന് അങ്ങനെയുള്ളൊരു ഡ്രസ്സ് ഉള്ളത് പോലും ഈ ഭർത്താവിന് അറിയത്തില്ല. എന്താ അല്ലേ? അത് ആദ്യം നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം. അതിനുശേഷം ഞാൻ ഈ ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാർക്ക് ഞാൻ ഒരു മറുപടി കൊടുക്കാം. ഓക്കെ, அவனை வெளில வர சொல்றி, அவனை வெளில வர சொல்லு, அவனை வெளில வர சொல்லு. டேய் இந்தா வெளில வாடா, வெளில வர சொல்லு. சரி வர சொல்றேன். இது என்ன Dress? யார் அவன் உள்ள இருக்கவன்? உள்ள இருக்கறது யாரு? உள்ள இருக்கவன வெளில வர சொல்லு. வர சொல்றேன், வாயை மூடு. வர சொல்லு. வர சொல்லி அவனை வெளில, நான் அடிக்கிறேன் சொல்றேன். வர சொல்லு, அவனை வெளில வர சொல்லு. வெளில வர சொல்லு, வெளில வர சொல்லு. வர சொல்றீ அவனை, அவனை வெளில வர சொல்லு. வெளில வர சொல்லு. ஏய் வெளில வாடா, சுண்ணி போட. மிண்டன் இந்த மாதிரி காட்டா. வெளில வர சொல்லு. ஜோசு ப்ரோவா? ஜோசு ப்ரோ இங்க வெளில வா, வெளில வாடா. அக்கா நீ வெளில 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 வெளில. ஏன் மொண்டாட்டி விட்டு நீ எப்படா நைட்டு போய் ஸ்டே பண்ற? நீ வெளில வா, வெளில வா, வெளில வாடா. டேய் வெளில வாடா, வெளில வா. ஏய் എന്താ അല്ലേ, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു പൊന്നു മനുഷ്യന്മാരെ? കുറേ പേര് പറയുന്നത് കമന്റ് ഇട്ടൊക്കെ, ഗൾഫിൽ നിൽക്കുന്ന പ്രവാസികളുടെ ഭാര്യമാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരെ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം 2 വർഷത്തിലൊരിക്കലാണ് അവർ വരുന്നത്. അങ്ങനെയൊക്കെയാണ് കുറേ പേര് പറയുന്നത്. എന്നാൽ ഇവിടെ നാട്ടിലാണ് ഈ ഭർത്താവ്, എല്ലാ ദിവസവും പണിക്ക് പോകുന്ന ഭർത്താവ് നാട്ടിൽ തന്നെയാണ്. പക്ഷേ അവന് ഭാര്യയെ ഡൗട്ടൊന്നും പിടിക്കാതെ നല്ലൊരു മനുഷ്യനായിരുന്നു. നോക്കൂ നിങ്ങൾ, എല്ലാ ദിവസവും ഭർത്താവ് ഇരിക്കെ ഈ ഒരു പെണ്ണിന് ഈ പണി ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല പൊന്നു മനുഷ്യന്മാരെ. ബാക്കി നിങ്ങൾ ഓരോരുത്തരുമാണ് കമന്റ് ചെയ്യേണ്ടത്. പൊന്നു മനുഷ്യന്മാരെ, അൻസാരി സുഹരി ഉസ്താദ് മറുപടി കൊടുക്കുന്നുണ്ട്. അത് വെച്ചതിന് ശേഷം ഒരു പാവപ്പെട്ട അമ്മയെ
നടുറോട്ടിൽ വിട്ടിട്ട് പോകുന്ന ഒരു വീഡിയോ ദൃശ്യം കൂടി ഞാൻ വെച്ച് തരാം. നിങ്ങൾ എന്തായാലും അൻസാരി ദുഹരി ഉസ്താദ് ഒരു കിടിലനായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് സംഘികൾക്കൊക്കെ. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ജീവിതകാലം മുഴുവൻ മുസ്ലിം വിദ്വേഷം പറഞ്ഞു പ്രചരിപ്പിച്ച് നടക്കുന്ന, അത് ഹൃദയത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. മുൻ RSS നേതാവായിരുന്ന, പ്രവർത്തകനായിരുന്ന നാരായണേട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, ഉറ്റ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ നാരായണേട്ടൻ അവസാന ചിതയൊരുക്കിയതും ആ ചിത കൊളുത്തിയതുമെല്ലാം മുസ്ലിം ലീഗിന്റെ നേതാവായ പൊതുപ്രവർത്തകൻ കൂടിയായ ഇർഫാനെ കുമാരാണ്. നമുക്കൊക്കെ ഏറെ പഠിക്കാനില്ലേ? ആ മനുഷ്യന്റെ നല്ല കാലം, യുവത്വമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ആ യുവത്വ കാലഘട്ടത്തിൽ ആവോളം മുസ്ലിം വിദ്വേഷം ആ ഹൃദയത്തിൽ കുത്തി നിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വൈരാഗ്യവും വിദ്വേഷമൊക്കെ മനസ്സിലുള്ളപ്പോൾ സ്വന്തമായി ജീവിക്കാൻ മറന്നു പോകുന്ന മനുഷ്യർ, അവരെ എല്ലാ കാലത്തും എല്ലാവരും സംരക്ഷിക്കുമെന്നുള്ള ബോധ്യത്തിലുമായിരിക്കും അവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത്. പക്ഷേ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു രോഗാതുരനായി കഴിഞ്ഞപ്പോൾ ഈ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന മനുഷ്യരാരും അവർക്കുണ്ടായില്ല. അവസാനം ചിത ഒരുക്കിയതും ചിത കൊളുത്തിയതുമെല്ലാം പ്രിയപ്പെട്ട ഇർഫാനെ കുമാരായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടിരിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരോട് പറയാനുള്ളത്, ഇപ്പോൾ ഇത്രയേ ഉള്ളടോ, ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്ന സാധനം. നമ്മൾ എന്ത് നേടി? നമ്മൾ ആരെങ്കിലോടൊക്കെ വൈരാഗ്യ വിദ്വേഷം കൊണ്ട് നടന്ന ജീവിതം മുഴുവനും നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നിട്ട് നമ്മളൊക്കെ എന്ത് നേടി? ഒന്നും നേടിയില്ല. നമുക്ക് ഈ ഊർജവും വളവും ഒക്കെ, വിദ്വേഷത്തിന് ഊർജവും വളവും ഒക്കെ നൽകിയ മനുഷ്യരെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ? എന്തായാലും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തിരികൊളുത്താനെങ്കിലും ചിത കൊളുത്താനെങ്കിലും ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. അപ്പോഴും നമ്മൾ ആരോടാണോ പകവെച്ചത്, ആരോടാണോ വൈരാഗ്യം ഉണ്ടായത്, എന്തിനേലും ഒരു പർദ്ദ കണ്ടവരെ നമുക്ക് അങ്ങോട്ട് ആക്രോശം മൂക്കുന്ന നമ്മൾ എതിർത്ത വിഭാഗത്തിൽപ്പെട്ട ആ വസ്ത്രം ധരിച്ചവളാണ് അവസാനം നമ്മുടെ ചിതക്ക് തീ കൊളുത്തിയതെന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യരെ പലതും ജീവിതം നമ്മളെ പഠിപ്പിക്കും. ഈ പഠിക്കാനുണ്ട്. ഈ വിദ്വേഷം മൂത്ത് നടക്കുന്ന മനുഷ്യരെ, നിങ്ങൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട നിമിഷമാണ്. നിങ്ങൾ ഏതോ ഒരു മനുഷ്യന്റെ തൊപ്പിയും, നിങ്ങൾ ഏതോ ഒരു മനുഷ്യന്റെ തലപ്പാവും, നിങ്ങൾ ഏതോ ഒരു സ്ത്രീയുടെ പർദ്ദയും കാണുമ്പോൾ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്. ഞങ്ങൾ ആരും അങ്ങനെ അസ്വസ്ഥപ്പെടാറില്ല. ഒരു ചന്ദനക്കുറി ഉണ്ടാകും, ഒരു കല്ല്. എന്നാൽ എന്നെ കേട്ടിരിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം, നമുക്കൊരു ചന്ദനക്കുറി കണ്ടാലും, നമുക്കൊരു സിന്ദൂരം കണ്ടാലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവിധങ്ങളായ വേഷങ്ങൾ കണ്ടാലും നമുക്ക് അസ്വസ്ഥപ്പെടാറില്ല. കാരണം അവരൊക്കെ നമ്മുടെ കൂടപ്പറപ്പിങ്ങളാണ്. അവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അവരെല്ലാം ചേരുമ്പോഴാണ് നമ്മൾ ഒരു ഭാവനമായി മാറുന്നത്. ബോധ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരുത്തന്റെ വസ്ത്രവും, മറ്റൊരുത്തന്റെ ജീവിതവും, മറ്റൊരുത്തന്റെ വിശ്വാസവും നമ്മളെ അസ്വസ്ഥപ്പെടുത്തരുത്. അങ്ങനെ അസ്വസ്ഥപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ മറന്നു പോകും. അല്ലയോ മനുഷ്യരെ, നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റത്തവണ വന്നു പോകുന്നവരാണ്. ഒരു ജീവിതത്തിൽ ഈ ഭൂമിയിലും എന്താ ഇവിടെ നമുക്ക് വേണ്ടത്? മനസ്സന്തോഷം, മാനസിക സന്തോഷമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പന്നത. അതില്ലാതെ വല്ലവരോടും വൈരാഗ്യം വിദ്വേഷം വല്ല കാര്യമുണ്ട? നന്നായിട്ട് ജീവിക്കണം. ഒരാളോടും വൈരാഗ്യം വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട. എല്ലാവരും സ്നേഹിച്ചു നോക്കി. ഇന്ന് എല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ടെൻഷനാണ്. എന്താ ടെൻഷന്റെ കാരണം? പലരോടും വൈരാഗ്യം വിദ്വേഷം കുശും അസൂയൊക്കെയാണ്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പരസ്പരം ഒന്ന് സ്നേഹിച്ചു നോക്കി. എല്ലാവരും എന്റെ കൂടപ്പറപ്പികളാണെന്ന് തോന്നിയാൽ എത്ര മനോഹരമാണെന്ന് അറിയും ഭൂമിയിൽ ജീവിക്കാൻ. എന്തും മനോഹരമാണല്ലേ അൻസാരി ദുഹരി ഉസ്താദിന്റെ വാക്കുകൾ. മക്കളോടൊരു കാര്യം പറയുകയാണ്, എടാ എനിക്കും നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന നമുക്കൊക്കെ വയസ്സാവാനുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നിട്ടോ കുറച്ച് പെട്ടെന്ന് തട്ടിപ്പോയാൽ നമ്മൾ തീർന്നാൽ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ മോനെ ഒരു 60-65 വയസ്സ് വരെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കും പ്രായമാവും, നമുക്കും വയ്യാതാവും. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ റോഡ് സൈഡിൽ ഇട്ടുപോയാൽ എങ്ങനെയിരിക്കും? ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പണി മേളിൽ ചെയ്യരുത്. ആ പൊന്നമ്മ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. നമസ്കാരം. വർക്കലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അതിദയനീയമായ ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഏറെ ദുഃഖത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വർക്കല മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റേഷന് സമീപം കാത്തിരിപ്പ് കേന്ദ്രത്തിൽ, ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഒരു വയോധികയായ ഈ ഒരു പാവ അമ്മയെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കാലിൽ ചെറിയ രീതിയിലുള്ള വ്രണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. കൂടുതൽ എന്താണെന്നറിയത്തില്ല. ഇവരെ ഇന്ന് ഇവിടെ രാവിലെ കൊണ്ട് ആൾക്കാർ ഇവിടെ ഈ കടയിൽ തുറക്കാൻ വന്ന സമീപത്തെ ചായക്കട തുറക്കാൻ വന്ന ചേച്ചി ഇവിടെ ഈ അമ്മയെ കണ്ടെന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്നാലും ആ ചേച്ചിയുടെ തന്നെ കൂടുതലൊന്ന് ചോദിച്ചോളെ. ചേച്ചി, അമ്മ എത്ര ദിവസം കൊണ്ട് ഇവിടെ കിടക്കണം? അതാ ഇന്ന് 8 മണിക്ക് നമ്മൾ
വന്നപ്പോഴാണ് ഇവിടെ എല്ലാരും പറഞ്ഞിട്ട് കിടക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഇതുവരെയും കണ്ടില്ല. അപ്പോൾ ഈ സമീപത്തുള്ളവർ ഈ അമ്മേനെ ഇന്നാണ് കാണുന്നത്. അമ്മ എന്താണ് അമ്മ ഈ ബസ് സ്റ്റാൻഡിൽ ഒന്ന് കിടക്കുന്നത്? എന്താണ്, എന്ത് പറ്റി അമ്മ? അവർ കൊണ്ടാക്കി. ആര്? മെഡിക്കൽ കോളേജിൽ നിന്ന്. മെഡിക്കൽ കോളേജിൽ നിന്നാ? അമ്മയുടെ സ്ഥലം എവിടെ? ഇടവാ. ഇടവേ? വീട്ടില് ആരും ഇല്ലേ? എന്റെ മോള് വടക്കേണ്ടി മാപ്പിളായി. ആ, അപ്പൊ എന്താണ് ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് അമ്മയെ ആക്കിയിട്ട് പോകാനുള്ള കാര്യം എന്ത്? എനിക്കറിയാൻ വയ്യ. 8 മാസമായി ഞാൻ കിടന്ന് വിളിച്ചപ്പം കൊണ്ടാക്കി. എനിക്ക് വയ്യ വർത്താനം പറയാം. ഇടവേൽ എവിടെയാണെന്ന് അറിയാമോ അമ്മ? എങ്കിൽ നമുക്ക് അവിടെ പോയി മെമ്പർ എത്ര വാർഡാണെന്ന് അറിയാമോ? എന്റെ മോള് വടക്കേണ്ടിയായി. വാർഡ് എത്രയാണെന്ന് അറിയാമോ ഇടവ പഞ്ചായത്തില്? സലീമുക്കി. സലീമുക്ക 4ാം വാർഡ്. 4ാം വാർഡാ? ആ. അമ്മയുടെ പേര്? അശോക. എന്റെ പേര് അബീറത്ത് ബീവി. അബീറത്ത് ബീവി.